ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു, എത്രത്തോളം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി? എന്തൊക്കെയാണ് മാർക്കറ്റിംഗ്? എത്രത്തോളം അതിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നു? എങ്ങനെ പോകുന്നു? ഞങ്ങൾ മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഈ പടം ഫസ്റ്റ് അറിയാലോ, ഒരു സിനിമ എപ്പോഴും ഒരു സംവിധായകൻ്റെ സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ BC നൗഫൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ എല്ലാം ഒരു എന്താ പറയുക, ഒരു ഗുരുതുല്യനായ, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് പുള്ളിയുടെ കൂടെയാണ് എഴുത്തിൽ. നാദിർഷിക്കനെ ഞങ്ങളെങ്ങനെയാണ് കാണുന്നത് അതേപോലെ കാണുന്ന ആളാണ് നൗഫലിക്ക ആണ് ഇതിൻ്റെ ഡയറക്ഷൻ സൈഡിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ ഒരു പുതിയ സംവിധായകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒന്ന് ഈ ദുൽഖറിൻ്റെ പോലൊരാളെ, പിന്നെ വലിയ ക്രൂ ആയിരുന്നു ഈ സിനിമയിൽ, ഒരുപാട് ഹാർഡ് ടാസ്ക് ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെ വളരെ പുള്ളിയുടെ എന്താ പറയുക പക്വതയോടെ പുള്ളി അത് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ആളാണ് ആൻഡ്രോ ചേട്ടനും മറ്റേ നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡ്രോ ചേട്ടനും നമ്മുടെ സലീമിക്ക, അവരുടെ കൂടെയാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാമറമാൻ സുഗുവേട്ടൻ അല്ലേ, പിന്നെ ഹീറോയിൻ, അത് ഞാൻ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. അല്ല, സംയുക്ത എൻ്റെ ഹീറോയിൻ. പിന്നെ വസ്ത്രാലങ്കാര സമീറ, പിന്നെ നാദിർഷിക്കയുടെ പാട്ടുണ്ട് ഇതിൽ. നാദിർഷിക്ക ഒരു മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അമർ അക്ബർ അന്തോണിയും കട്ടപ്പനയും നാദിർഷിക്കാനാണ് മ്യൂസിക്, യമണ്ടൻ പ്രേമകഥയും പുള്ളി തന്നെ മ്യൂസിക്. പക്ഷേ പുള്ളി ഇതുവരെ ചെയ്തതിൽ ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത് ദ ബെസ്റ്റ് യമണ്ടനിലെ പാട്ടുകൾ. ഒരു മെലഡിയൊക്കെ ഉണ്ട്, സൂപ്പറാണ്. ഇക്കയുടെ ജോണർ ഒക്കെ ഞെട്ടിച്ചടഞ്ഞ പാട്ടാണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയ പാട്ടാണ്. കാരണം ഞങ്ങൾ വേറൊരു പാട്ട് ഫിക്സ് ചെയ്തിട്ട് അത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് പറയാനൊക്കെ മടിയായിരുന്നു. പക്ഷെ അത് ഒക്കെ സ്വീകരിച്ചിക്ക അത് ശരിയാക്കി തരാൻ. നമ്മളിപ്പം സിനിമയിൽ കാണുന്ന ഡാൻസ് എന്ന് പറയുന്നത് നായികമാർക്ക് ഓക്കെ ഡാൻസ് വളരെ പെട്ടെന്ന് വഴങ്ങും. പക്ഷേ ഈ കട്ടപ്പനയിൽ എങ്ങനെ അതിന് മുമ്പ് എത്ര ഹോംവർക്ക് നടത്തി? ബിബിനോടാ ചോദ്യം, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എത്രത്തോളം ഉണ്ട് അതൊരു സത്യമായിട്ട് അതിൻ്റെ ഡാൻസിൻ്റെ. ഇവൻ മിമിക്രിയിൽ സ്കിറ്റ് കളിക്കുമ്പോൾ ഓരോ ഫിഗറുകളൊക്കെ ചെയ്യുമ്പോൾ ഓരോ നടന്മാരൊക്കെ അനുകരിക്കുമ്പോൾ ഇവന് താളം ബോധം ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഇവൻ പാടുകയും ചെയ്യും അത്യാവശ്യം. ചേച്ചി നേരത്തെ പാടുമെന്ന് പറഞ്ഞപ്പോൾ പാടൂലെന്ന് വെറുതെ പറഞ്ഞു. ഇവൻ അത്യാവശ്യം പാടും, ഇവന് കോൺഫിഡന്റ് ഇല്ലെന്നുള്ളൂ പാടാൻ. ശരി, അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവന്റെ ചേച്ചി നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവൻ ആ ഡാൻസ് കളിക്കാനെന്ന് പറയുന്നത് കോൺഫിഡൻറ്റ്. അപ്പം എന്നോട് നാദിർഷിക്ക ഒരു 1000 വട്ടം ചോദിച്ചിട്ടുണ്ട് ഇവൻ കളിക്കുമല്ലോ. ഏത് കട്ടപ്പനയിൽ ഹീറോ ആയിട്ട് ദിനേശ് മാസ്റ്ററെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റായി. ആ പാട്ട് ഭയങ്കര പാട്ടാണ്, ഉറപ്പാണ്. അപ്പോൾ അല്ല അതിൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ്. അതെ അതൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സിംഗിൾ സ്റ്റെപ്പ് നോക്കുമ്പോഴാണ് ഒരു ആക്ടറിന് എപ്പോഴും വില കിട്ടുക ഡാൻസ് കളിക്കുമ്പോൾ. അങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പ് പുള്ളി ഇതിൽ വെപ്പിച്ചു എന്നുള്ളതാണ് ദിനേശ് മാസ്റ്റർ. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ ഒരു 2 ദിവസം ആ പാട്ട് കൊണ്ട് വേറൊരു ഗുണം കൊണ്ടുണ്ടായി. ഈ കിച്ചു എന്നുള്ള ക്യാരക്ടറിലേക്ക് ആ പാട്ട് കഴിഞ്ഞതോടുകൂടി ക്രൂ അംഗീകരിച്ചു, ഇവനും അതിലേക്ക് ലാൻഡായി. അതിനു മുമ്പ് ഇവന് ചെറിയൊരു മീൻസ് ഹീറോ ഒരു ലീഡിങ് ക്യാരക്ടറാണല്ലോ, ചെറിയ കാര്യമല്ലല്ലോ. നായകൻ എന്ന് പറഞ്ഞാൽ അയാളെ തന്നെ കണ്ട് സിനിമ മുഴുവൻ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ആദ്യം ദിവസങ്ങളിൽ ചെറിയ ഇതല്ലേ. പക്ഷേ ഈ ഡാൻസ് കഴിഞ്ഞതോടുകൂടി ഫുള്ളിയും കോൺഫിഡൻ്റ് ആയി, ഫുൾ ക്രൂ ഇവനെ കൈയടിച്ച് അംഗീകരിച്ച്. അപ്പോൾ അതോടുകൂടി പുള്ളി ഞങ്ങളുടെ കട്ടപ്പനയിലെ കിച്ചുമായി. എൻ്റെ ഓർമ്മയുണ്ട് ഇപ്പോൾ ഡാൻസിൽ കോൺഫിഡൻ്റ് ആയി. നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ പെയിൻറ്ററായി മാറി. ഓരോ പ്രാവശ്യം ദുൽഖർ ചോദിച്ചു, ശരിയല്ലേ നിങ്ങൾ കണ്ട ആൾ ഇതല്ലേ ഇത്ര എങ്ങനെ? അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു റിയാലിറ്റിയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എന്തൊക്കെ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? അല്ല, റിയാലിറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട്, വലിയ പുസ്തകങ്ങൾ വായിച്ചോ വലിയ സിനിമകൾ കണ്ടോ അങ്ങനെയുള്ള പരിചയമൊന്നുമില്ല. നമ്മളുടെ മുമ്പിൽ കാണുന്ന ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ തന്നെയാണ് ഞങ്ങളുടെ ഇത്. ഇപ്പോൾ അയാൾ ഇപ്പോൾ പാച്ചിക്കുട്ടൻ എന്ന് പറയുന്ന സലീമേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിറ്റൂരിൻ്റെ ആ കോൺട്രാക്ടർ പരിപാടിയാണ്. ഇന്ന് നമുക്ക് മാറി വരുമ്പോൾ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് പറയും. സിനിമ ഒരുപാട് ന്യൂജനായി, പിന്നെ വയസ്സായ ക്യാരക്ടേഴ്സ് അധികമില്ല, അമ്മയും അച്ഛനും വളരില്ല, യങ്സ്റ്റേഴ്സിൽ നിന്ന് കറങ്ങുന്ന ഒരു സിനിമ. അത്തരത്തിൽ സിനിമയെ മാറി നിന്ന് വിമർശിക്കുന്നവരും ദൂരെ നിന്ന് വിമർശിക്കുന്നവരും ഒക്കെ ഉണ്ട്. നമുക്ക് ചിലയിടത്തൊക്കെ കാണാനും പറ്റും. അല്ല, ഞങ്ങളെ 3 പടത്തിലും എല്ലാ ക്യാരക്ടേഴ്സിനും അച്ഛനും അമ്മയുണ്ട്. അവരെ വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കി ഈ പടത്തിലുള്ളത് അല്ലേ. റിലേഷൻഷിപ്പിന്റെ അത് അമർ അക്ബർ അന്തോണിയിലും ഉണ്ട്, കട്ടപ്പനയിലും അച്ഛനും അമ്മയും. അതിൽ തന്നെ ലിജോ മോളുടെ ട്രാക്ക്, അവരുടെ അച്ഛനും അമ്മയും മകളുമായിട്ടുള്ള അവരുടെ ട്രാക്കും ഫാമിലി റിലേഷൻ നല്ല രീതിയിൽ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഈ സിനിമയിലും ഉണ്ട്. ഞങ്ങൾ 3 ക്യാരക്ടേഴ്സിനും അച്ഛനും അമ്മയും, പിന്നെ വില്ലൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. ഒരു വില്ലനായി മാറാൻ
എത്രത്തോളം വില്ലേനിയസം എടുത്തു, എത്രത്തോളം എങ്ങനെയാണ് ആ ഒരു ഒന്നും വേണ്ടിയാണ് വെറുതെ ചെയ്തവിടെ അഭിനയിച്ചോളൂ, അതവർ എളുപ്പമായിരുന്നു. ഈ ഞാൻ ആദ്യമായിട്ട് വില്ലൻ പരിപാടി ചെയ്ത റോൾ മോഡൽ എന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ അഭിനയത്വര ഉണ്ടടക്കുന്ന കാലഘട്ടത്തിൽ പോയി ചെയ്തതാണ്. അപ്പം എന്നോട് മാർത്താണ്ഡൻ എന്ന് പറയുന്ന സംവിധായകൻ വളരെ പോസിറ്റീവായിട്ട് പടം കണ്ടിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ബിബി നീ ചിരിച്ചാൽ ക്യൂട്ടാണ്, നിഷ്കളങ്കതയുണ്ട് നിൻ്റെ ചിരിയിൽ, പക്ഷെ അതിനനുസരിച്ച് തന്നെ ഇങ്ങനെ മുഖം മാറിയാൽ ചിരിയില്ലെങ്കിൽ എനിക്ക് ഒരു ഈ പറയുന്ന എവിടെയോ ഒരു ദുഷ്ടൻ്റെ മുഖം വരുമെന്ന് പറഞ്ഞു. ഞാനത് അന്ന് പുള്ളി പറഞ്ഞത് നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചായിരുന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പടം ദേവനീസ് നായകനായിട്ടുള്ള അത് നന്നായി ഓടിയൊരു സിനിമയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ എന്തെടുത്ത് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ആൻസർ കൂടിയാണ് ഈ സിനിമ. അപ്പോൾ ഇതും ചെയ്തൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടം നന്നായി വന്നാൽ എനിക്ക് ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ ജനങ്ങൾ ആകും കുഴപ്പമില്ലല്ലോ എന്നൊരു വാക്ക് പറയുമല്ലോ, അതായിരുന്നു എൻ്റെ ബുദ്ധി. രണ്ട് കോൺട്രാസ്റ്റ് അല്ലേ. മലയാള സിനിമയിൽ ധാരാളം നായകന് ഊർജം കൊടുക്കുന്ന പ്രതിനായകന്മാരുടെ ഒരു വൻ നിര തന്നെയുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളും കാലുകുത്തുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത ഒരു ഹോംവർക്ക് ഒറ്റയ്ക്ക് ചെയ്തെന്ന് വെച്ചാൽ എഴുത്തിൽ തന്നെ ഞാനും ഇവരും കൂടി എഴുതിയതിൽ തന്നെ അത്യാവശ്യം അതിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണല്ലോ അല്ലേ. എഴുതുമ്പോൾ തന്നെ ഞങ്ങൾ ചെയ്തു നോക്കിയും അങ്ങനെയൊക്കെയാണ് എഴുതുക. ഇപ്പോൾ ഒരു ഡയലോഗ് ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ള പ്രാക്ടീസ് ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡെലിവർ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് എഴുതുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സലിം കുമാർ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണെങ്കിൽ പുള്ളി ഞങ്ങൾ മിമിക്രിക്കാരും കൂടി ആയതുകൊണ്ട് പുള്ളി സംസാരിക്കുമ്പോൾ ഇതെങ്ങനെ ഡെലിവർ ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് പുള്ളിയുടെ ഡയലോഗ്സ് എഴുതുന്നത് പോലും. ഞങ്ങൾ പറഞ്ഞു നോക്കും, സലിം കുമാറിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു നോക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ വില്ലൻ്റെ ക്യാരക്ടറാണെങ്കിലും ബിബിൻ ചെയ്യുന്ന കഥാപാത്രം ഒരു സീനിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുന്ന സമയത്ത് തന്നെ ഡിസ്കസ് ചെയ്താണ് സെറ്റ് ചെയ്ത് വെക്കുക. എഴുതുന്നതിനപ്പുറം ഇപ്പോൾ അമ്പിളിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്കോ സംവിധായകനോ അപ്പുറം സഞ്ചരിക്കാതെ സ്പോട്ടിലുള്ള ഇംപ്രവൈസേഷൻ്റെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഒരു നോക്കായിരിക്കാം, പക്ഷെ അത് മലയാളി മനസ്സിൽ പതിയും, അത് വേറൊരു തലത്തിലേക്ക് സിനിമയെ കൊണ്ടുവരും. അതുപോലെ ഓൺ സ്പോട്ട് ഇംപ്രവൈസേഷൻസ് എത്രത്തോളം സംഭവിച്ചിട്ടുണ്ട്? അതുകൊണ്ട് മെയിനായിട്ട് സലീമേട്ടൻ്റെ ഒരുപാട് ഐറ്റം ഇടും. പിന്നെ വിഷ്ണു ഈ കട്ടപ്പന അമറിലൊക്കെ ഒരുപാട് ഇംപ്രവൈസേഷൻ്റെ പരിപാടികൾക്ക് ഞങ്ങൾക്ക് എന്തോ ഒരു ബലം പിടുത്തുണ്ടായില്ലേ. വേറെ ഒന്നല്ല, ഓരോ കോമഡിയുടെ നമുക്ക് വരാവുന്ന ഇംപ്രവൈസേഷൻ മൊത്തം ഞങ്ങൾ എഴുതുമ്പോൾ 1.5 വർഷം കൊണ്ട് വരച്ച് തീർത്തതില്. പിന്നെ ഈ ഓരോ തമാശയ്ക്ക് അറിയാലോ, തമാശയുടെ ഒരു പോയിന്റാണ് തമാശ, ഒരു ടൈമിംഗ് ആണ് തമാശ. ആ ടൈമിംഗ് തെറ്റിയാൽ പിന്നെ അത് വേറെ ഒന്നേം തുടങ്ങിയും ചിലപ്പോൾ ഇത് ഏക്കാതിരിക്കുകയും മീറ്റർ മാറിയും അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അത് കോമഡി എഴുതുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ അങ്ങനെയുള്ള നിൽക്കുമ്പോൾ അത് ഒരുപാട് കേട്ടണോ വേണ്ടയോ അങ്ങനെയുള്ള കൺഫ്യൂഷൻ എപ്പോഴും. ഇപ്പോൾ ഉദാഹരണത്തിന് സലീമേട്ടൻ കട്ടപ്പനയിൽ പറയുന്നുണ്ട് ഇങ്ങനെ, മറ്റേ എൻ്റെ ഭാര്യയുടെ ബദിരമുഖ വാർത്ത നീ എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ ടി വി കണ്ട്, ആ ടി വി പറഞ്ഞു സാധനം പറഞ്ഞു പുള്ളി. അത് എന്റെ വീട്ടിൽ കയറി അത് പുള്ളി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായില്ല ഡയലോഗ്. മനസ്സിലായില്ലേ? അത് പക്ഷെ പുള്ളി ഷോട്ടിൽ പുള്ളി അടിച്ചതാണത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ അടിച്ചു. അതൊക്കെ പുള്ളിയുടെ അല്ലേ. നിങ്ങൾ എന്നാ ഇനി ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുന്ന ഒരു കാലം ഇപ്പോൾ തന്നെ തുടങ്ങിയോ, അതോ അല്ല സാധാരണ സിനിമയിൽ കണ്ടുവരുന്ന ഒരു സത്യമായ കാര്യമാണ്, ആരെയും കുറ്റം പറഞ്ഞല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ എത്ര നേരം ഇരുന്ന് സംസാരിക്കണം, നമ്മുടെ 3 പേരുടെ ഫോൺ സൈലന്റിലാണ്. ഈ സമയത്ത് ഒരാൾ തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്തിട്ടുണ്ടാവാം ഇല്ലേ, എന്താ എടുക്കാത്തെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ടല്ലേ എന്തായാലും എടുക്കുള്ളൂ. എടുത്തു നോക്കുമ്പോൾ ഒരു 20 മിസ് കോൾ ഉണ്ടാവും. ഇതിൽ എത്ര നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റും? അതിനുള്ളിൽ വേറെ ഇത് കുറച്ച് എന്താണ്, അതുപോലെ ഒരു അനുഭവം നേരിട്ട് കഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ പിന്നെ ആരും പരാതിയൊന്നും പറയൂല. എത്രത്തോളം ഡയറ്റിങ്, എത്രത്തോളം സൗന്ദര്യ സംരക്ഷണം, എത്രത്തോളം ജിമ്മിൽ പോണു? ജിമ്മിൽ പോക്ക് നിർത്തി ഞാൻ, കൈ ഫ്രാക്ചർ ആയതിനു ശേഷം. അതിൻ്റെ എക്സ്ക്യൂസും പറഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. ഭയങ്കര മടുപ്പ് പരിപാടിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തീറ്റ ഭക്ഷണം ആരാധിച്ച് ഭക്ഷണം എവിടെ കണ്ടാലും ഓടിപ്പോയി കഴിച്ചിരുന്ന ആളാണ്. പക്ഷേ എൻ്റെ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പണി തുടങ്ങിയായിരുന്നു.
22-21 വയസ്സിൽ 98 kg ആയിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് എറണാകുളത്തെ പല ഷവർമ്മ കടയിലും എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. ബിബിനി കടയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു. സത്യം, അങ്ങനെ ഒരു അത്രയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ആഗ്രഹിക്കുന്ന ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെയിറ്റ് കൂടിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കാലിന് വണ്ണം വയ്ക്കും, കാലിന് വേദന വരും, പെയിൻ വരും. പരസ്യം കൂടി ഇപ്പൊ അതുകൊണ്ട് DQ എനിക്ക് സമ്മാനിച്ച കിൻവ റൈസാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഡയറ്റിന്. എന്താണത്? കിൻവ റൈസ് എന്ന് പറഞ്ഞൊരു തരത്തിലുള്ള ധാന്യമാണ്. നമ്മുടെ ഈ പാം ട്രീയിലും ലുലുങ്ങളിലും കിട്ടും. DQ എല്ലാം ഉച്ചയ്ക്ക് കഴിക്കണം. ഞാനിങ്ങനെ സൈഡിൽ പോയി എന്തെങ്കിലും എന്നോട് ചോദിക്കുന്ന പറയും. ഒരു ദിവസം ചോദിച്ച് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് കഴിച്ച്. പിന്നെ പുള്ളിക്ക് ബാധ്യത ഞാൻ 2 ആഴ്ച പുള്ളി എനിക്ക് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അത് കഴിച്ചിട്ട് പുള്ളിക്ക് തികയാണ്ടായി തുടങ്ങി. നല്ലതാ, വണ്ണം കുറയുന്നുണ്ട്. രാത്രി പിന്നെ ഫിഷ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അത് തന്നെ. ചേച്ചി സത്യം ചോറിനൊന്നും ചേച്ചി ചില നേരത്തെ കയ്യിൽ പിടിവിട്ടു. ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഒരേ മനസ്സുള്ളവരാണല്ലോ. സത്യം, ഭക്ഷണം കഴിച്ചിട്ടേ അല്ലേ എനിക്കൊന്നും മെലിഞ്ഞു വരാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മൾ ഭക്ഷണം കണ്ട് ഒന്നും കഴിക്കാൻ പറ്റുള്ളതാണ്. എനിക്കില്ലേ എന്തെങ്കിലും കാര്യത്തിന് ഇവനോട് കുശുമ്പുണ്ടെന്ന് ചോദിച്ചു നോക്കി. എനിക്ക് ആകെയുള്ള കുശുമ്പ് ഈ കാര്യത്തില്ല. ഇവനെല്ലാം കഴിക്കാം. കാരണം ഇവന് പരിധിക്കുള്ളൊന്നും വണ്ണം വയ്ക്കത്തില്ല. ഞാൻ പക്ഷെ അധികം കഴിക്കൂല. എല്ലാം കഴിക്കും. എല്ലാം നീ കഴിക്കൂലടാ. എല്ലാം കഴിക്കും, കുറച്ച് കഴിക്കും. ഇവന് വേണമെങ്കിൽ ചോറ് കഴിക്കുക, ഒരു പിടിയൊക്കെ കഴിക്കുക, കുറച്ച് കഴിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവൻ കഴിച്ചു തുടങ്ങിയാൽ ആ മീൻ ചാറ് കുറച്ചും കൂടി കഴിച്ചു പിന്നെ ഒരു പറഞ്ഞ ചോറ് നിർത്താൻ പറ്റില്ല. അതാണ്. ഒരുപാട് സന്തോഷത്തോടെ വന്ന 2 വ്യക്തികൾ മലയാള സിനിമയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളും ഇപ്പോൾ സന്തോഷിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട് കാണുന്ന ഓരോ സിനിമയുടെയും വിജയങ്ങളും. യമണ്ടൻ കഥയും അതേപോലെ വിജയിക്കട്ടെ, മലയാളികൾ ഏറ്റെടുക്കട്ടെ. സന്തോഷം, സ്നേഹം. താങ്ക് യു ചേച്ചി. എപ്പോഴും ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ എന്നുള്ളൊരു തോന്നല് ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാവാറില്ല. അത് ചേച്ചിയുടെ രസകരമായിട്ടുള്ള സംഭാഷണങ്ങളുകൊണ്ടാണ്. അമർ അക്ബർ അന്തോണിയും കട്ടപ്പനയിലെ തീർച്ചയായും എല്ലാം സ്വീകരിച്ച മലയാളികൾ അതിൻ്റെ ഞങ്ങളുടെ യമണ്ടൻ പ്രേമകഥയും BC നോഫൽ എന്ന് പറയുന്ന പുതിയ സംവിധായകനെയും 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ നിർത്തുന്നു. തീർച്ചയായും.